നീ ചെയ്യുന്ന അമലിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സുഹൃതാണ്. അതിനേക്കാൾ വലിയൊരു അമൽ നീ ചെയ്തിട്ടില്ല. ഒരിക്കൽ മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരു വലിയ മാംസ കഷ്ണവുമായി തോളിലേറ്റി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചാരി നടന്നു പോവുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിച്ചു, മഹാനായ ജാബിർ, ജാബിർ എന്താ എന്റെ കയ്യിൽ? അവിടെ നിന്ന് പറഞ്ഞു, ഹാദാ ലഹ്മുൻ ഞാനിത് ആഗ്രഹിച്ച് കൊതിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞു. നമ്മളൊക്കെ അങ്ങനെ പറയാറുണ്ടല്ലോ, വാഹനം എടുത്താൽ എന്റെ സ്വപ്ന വാഹനമായിരുന്നു, എന്റെ സ്വപ്ന വീടായിരുന്നു, ഞാൻ എത്രയോ കാലം ആഗ്രഹിച്ച് വാങ്ങിയതാണ് എന്നൊക്കെ പറയുമല്ലോ. ആ വിധത്തിൽ മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, അവ കുല്ല മസ്തഹൈത ശൈഅൻ ഇസ്തഗൈത, നീ ആഗ്രഹിക്കുന്ന എല്ലാം വാങ്ങിക്കൊണ്ടുകയാണ്. നിനക്ക് അറിയുമോ നീ ഭയപ്പെടേണ്ടത് ഒരു ആയത്തോതിയിട്ട് പറഞ്ഞു, ആയത്തിന്റെ തഹത്തിൽ നീ പെടുമോ എന്ന് നീ ഭയന്നു പോകണം എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആയത്ത് ഇതാണ്, വയൗമ യുഅറദു അല്ലദീന കഫറു അലന്നാരി അദ്ഹബതും ത്വയ്യിബാതികും ഫീ ഹയാതികും വദ്ദുനിയാ വസ്തംതഅതും ബിഹാ. നാളെ ആഖിറത്തിൽ പരാജിതരായ ആളുകൾ നരകത്തിലേക്ക് എറിയപ്പെടുന്ന അവസരത്തിൽ ആ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ ഇങ്ങനെ വിളിച്ചു പറയുന്ന ചില വർത്തമാനങ്ങൾ അവിടെ നിന്ന് പറയാണ്, നിങ്ങൾക്ക് കിട്ടിയ നല്ല കാര്യങ്ങളെ ഒക്കെ നിങ്ങൾ പോക്കിക്കളയുകയും നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ നല്ല കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ കൂടുതൽ ആർമാദിച്ച് ജീവിക്കുകയും ചെയ്യുകയായിരുന്നല്ലോ, അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ എത്താൻ കാരണമെന്ന് പറയുന്ന ആയത്തോതിയിട്ട് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹുവിനോട് പറയാം, ഈ ആയത്ത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അപ്പൊ ദുനിയാവ് വാങ്ങിക്കൂട്ടണം, വാരിക്കൂട്ടണം, എല്ലാം ഒരു പുതിയത് ഇറങ്ങുമ്പോഴേക്ക് അത് സ്വന്തമാക്കണം എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ആവശ്യത്തിനും അത്യാവശ്യത്തിനും ഒക്കെ നമുക്ക് സാധനങ്ങൾ വാങ്ങാം, ആഗ്രഹത്തിനും വാങ്ങാം, പക്ഷെ ആഗ്രഹങ്ങൾ മുഴുവൻ നടപ്പിലാക്കാൻ വേണ്ടി ജീവിക്കുന്നവരാവാൻ പാടില്ല എന്നാണ്. ഭൗതികമായ താല്പര്യങ്ങളിൽ നിന്ന് കുറച്ച് വിരക്തി നമുക്ക് വേണം. ഒരു മൊബൈൽ ഇറങ്ങി, ആപ്പിളിന്റെ മൊബൈലാണ്, 60 Pro Max ആണ്, പിന്നെ അത് വാങ്ങി, ആവശ്യമുണ്ടായിരുന്നു, അത്യാവശ്യമില്ല, ആവശ്യമുണ്ടെങ്കിലും വാങ്ങി, പിന്നെ അതിന്റെ ഒരു പുതിയ വേർഷൻ അടുത്ത മാസം തന്നെ ഇറങ്ങുമ്പോഴേക്ക് അത് കൊടുത്തിട്ട് പിന്നെ അതാണ് എന്ന ചിന്ത ഉണ്ടാവാൻ പാടില്ല എന്നർത്ഥം. അപ്പൊ സുഹൃത് നമ്മുടെ ഭൗതികമായ കാര്യങ്ങളിൽ സുഹൃത് നമ്മുടെ ജീവിതത്തിൽ വേണം. അത് അല്ലാഹു ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണമാണ്. അല്ലാഹു തആല നമുക്ക് സുഹൃത് നൽകുമാറാവട്ടെ. പടച്ചറപ്പ് പൊരുത്തപ്പെട്ട വിധത്തിലുള്ള ജീവിതം അല്ലാഹു നമുക്ക് സ്വായത്തമാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു അഫ്വ് ചെയ്യട്ടെ.